നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കൊയിലാണ്ടിയിൽ CPM ലോക്കൽ സെക്രട്ടറിയെ വെട്ടിക്കൊലപ്പെടുത്തി. കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV സത്യനാഥനാണ് കൊല്ലപ്പെട്ടത്. പെരുവട്ടൂർ മുത്താമ്പി ചെറിയപുരം പരദേവത പെലിയത്തോൾ ക്ഷേത്ര ഉത്സവത്തിനനുബന്ധിച്ച് ഗാനമേള നടക്കുന്നതിനിടെയായിരുന്നു വെട്ടേറ്റത്. പുറത്തും കഴുത്തിനും 4 വെട്ടേറ്റു. രാത്രി 10:15 സംഭവം നടന്നത്. ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതിനിടെ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു വെട്ടേറ്റത്. പുറത്തും കഴുത്തിനും 4 വെട്ടേറ്റു. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ശരീരത്തിൽ മഴുകൊണ്ടുള്ള വെട്ടേറ്റതായി പോലീസ് പറയുന്നുണ്ട്. പിറകിലൂടെ വന്നായിരുന്നു ആക്രമി വെട്ടിയതെന്നാണ് സൂചന. സംഘർഷം വ്യാപിക്കാതിരിക്കാനായി എല്ലായിടത്തും ജാഗ്രത കാട്ടുന്നതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സത്യനാഥൻ കൊയിലാണ്ടി നഗരസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിന് സമീപത്തെ ശക്തി ഷോപ്പിംഗ് കോംപ്ലക്സ് മാനേജറായിരുന്നു അദ്ദേഹം. ആക്രമണവുമായി ബന്ധപ്പെട്ട പെരുവട്ടൂർ പുറന്താന സ്വദേശി അഭിലാഷ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ഇയാൾ മുൻ CPM പ്രവർത്തകനാണെന്നും ആക്രമണത്തിന് കാരണം വ്യക്തിവിരോധമാണെന്നും പോലീസ് പറഞ്ഞു. മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറുമായിരുന്നു അഭിലാഷ്. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ആക്രമിച്ചത് കത്തി ഉപയോഗിച്ചാണെന്നും കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ല എന്നും പോലീസ് പറഞ്ഞു. കൊലപ്പെടുത്തിയ അഭിലാഷ് സത്യനാഥന്റെ അയൽവാസിയാണ്. സത്യനാഥന്റെ വീട്ടിൽ നിന്നും വെറും 200 മീറ്റർ മാത്രം അകലെയാണ് അഭിലാഷിന്റെ വീട്. അഭിലാഷിനെ പഠിപ്പിച്ചതും വളർത്തിയതും സത്യനാഥനായിരുന്നു. സത്യനാഥന്റെ വീട്ടിൽ നിന്നുമായിരുന്നു അഭിലാഷ് പഠിച്ചത്. അഭിലാഷ് കൊയിലാണ്ടി നഗരസഭാ ചെയർമാനായിരുന്ന K സത്യനാഥന്റെ ഡ്രൈവറായിരുന്നു. ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് അഭിലാഷ് മാറിയപ്പോൾ പാർട്ടിയിൽ നിന്നും സത്യനാഥൻ മാറ്റി നിർത്തിയത് അഭിലാഷിൽ വ്യക്തി വൈരാഗ്യമുണ്ടാക്കി. CPM അനുഭാവി ഗ്രൂപ്പിൽ അഭിലാഷ് ഉണ്ടായിരുന്നു. സത്യനാഥനെ കൊല്ലുമെന്ന് അഭിലാഷ് മുൻപും പറഞ്ഞിട്ടുണ്ട്. നല്ല വൈരാഗ്യം സത്യനാഥനെതിരെ ഉണ്ടായിരുന്നു. ഞാൻ സത്യനെ തീർത്തിട്ട് വരികയാണെന്നാണ് കൊലയ്ക്ക് ശേഷം സുഹൃത്തുക്കളോട് അഭിലാഷ് പറഞ്ഞത്. അതിനുശേഷമായിരുന്നു പോലീസിൽ കീഴടങ്ങിയതും. CCTV ദൃശ്യങ്ങളിൽ കുടുങ്ങാത്ത വിധമായിരുന്നു കൊല. CCTVയുടെ പൊസിഷൻ അടക്കം മനസ്സിലാക്കിയായിരുന്നു അഭിലാഷ് കൃത്യം നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ ഗൂഢാലോചന സംഭവത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നിഗമനം. രാഷ്ട്രീയത്തെ കച്ചവടമാക്കാത്ത വ്യക്തിയായിരുന്നു സത്യനാഥൻ. നാടിനും ജനങ്ങൾക്കും ഒപ്പം നിന്ന് പ്രവർത്തിച്ച സാധാരണ നിലയിൽ കഴിഞ്ഞ വ്യക്തിയാണ്. വലിയ സാമ്പത്തിക വളർച്ചയൊന്നും പാർട്ടി പ്രവർത്തനത്തിനിടെ സത്യനാഥൻ ഉണ്ടാക്കിയിട്ടില്ല. ഈ മേഖലയിൽ CPMനെ വളർത്തുന്നതിൽ പങ്കുവഹിച്ച വ്യക്തി കൂടിയായിരുന്നു സത്യനാഥൻ. സത്യനാഥന്റെ മരണം ഉത്സവ പറമ്പിലുണ്ടായിരുന്ന ഭാര്യയുടെയും മക്കളുടെയും കൺമുമ്പിൽ വെച്ച് ആയിരുന്നു എന്നതാണ് ഏറ്റവും വലിയ വേദനാജനകം.